ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു തന്തൂരി റൊട്ടിയുടെ റെസിപ്പി നോക്കിയാലോ. നമ്മുടെ വീട്ടിലുണ്ടാക്കണ നമ്മുടേതായ സ്റ്റൈലിൽ നമ്മൾ ചെയ്തെടുക്കണ തന്തൂരി റൊട്ടിയാണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ അതിൻ്റെ ഇതൊന്നും ഇല്ല. അപ്പം നമുക്ക് തന്തൂരി റൊട്ടി വേണം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മാർഗ്ഗത്തിൽ ചെയ്യുന്നതാണ്. ഇത് ഞാനിങ്ങനെ ചുട്ടെടുത്തതാണ് കേട്ടോ. ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാം, വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ ഒന്ന് ചൂടാറി വന്നപ്പോൾ പിന്നെ തീയും ഇത് ചൂടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തന്തൂരി റൊട്ടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് തന്തൂരി റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം കുഴയ്ക്കാൻ എളുപ്പത്തിന് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ എടുക്കണത് ഗോതമ്പ് പൊടി കേട്ടോ. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അതൊന്ന് ഞാൻ 250-ൻ്റെ 3 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഈ 3 ഗ്ലാസ് കൊണ്ട് എത്ര തന്തൂരി റൊട്ടി കിട്ടിയെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അംഗങ്ങളാവുമ്പോൾ മാറ്റം വരുത്താമല്ലോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ്. 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കേട്ടോ, അധികം ആവണ്ട, നമ്മുടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായി കുഴച്ചെടുക്കണം. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത്തിരീശ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നന്നായി ഒന്ന് കുറച്ചും കൂടി ആദ്യം ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളം കുഴച്ചൊന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ നന്നായി ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് എന്തായാലും ഇരിക്കണം. ഒന്ന് അടച്ച് വെച്ച് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഞാനിത് ഇതിൽ എന്താ പറയുക, ഗാർലിക് നാനും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കസൂരി മേത്തി ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞൊന്ന് നന്നായി കുരുകുരുന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അതുവരെ അത് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ മാവ് ഞാൻ ഒരു 15 മിനിറ്റ് തന്തൂരിയുടെ ഡോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെടുക്കുമ്പോൾ അതിങ്ങനെ കണ്ട മുകളിൽ ഇങ്ങനെ ഇതായി വരും. ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കൺസിസ്റ്റൻസി വ്യത്യാസമായിട്ട് വരും. അതാണ് അത് പൊന്തി എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഓൾറെഡി ഇതിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുള്ള കാരണം ഇതിൽ നിന്ന് ഓരോ ഉരുളയായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് എടുത്തിട്ടൊന്ന് ഒരു മീഡിയം സൈസ്, നമ്മൾ ചപ്പാത്തിക്ക് ഞാനിവിടെ ഭയങ്കര നൈസായിട്ടാണ് എടുക്കുക. ചിലർ ഇത്തിരി ചപ്പാത്തി കട്ടിയിലെടുക്കും. അപ്പോൾ ഒരു മീഡിയം സൈസ് ഇങ്ങനെ ഓരോ ഉണ്ടകളായിട്ട് എടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ കുറച്ച് കസൂരി മേത്തി, പിന്നെ എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയില വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ എന്താ പറയുക വെളുത്തുള്ളിയും, ഒരെണ്ണത്തിൽ കസൂരി മേത്തി, എല്ലാത്തിലും എള്ള് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഒരെണ്ണത്തിൽ കസൂരി മേത്തി മാത്രം. പിന്നെ അങ്ങനെയായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഏതാ ഇവിടെ ടേസ്റ്റ് ഇഷ്ടമാവുക എന്ന് അറിയില്ലല്ലോ. അതേപോലെ നമുക്കും ഏതാ ഇഷ്ടമാവുക എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക. ഇത്തിരി ഗോതമ്പ് പൊടി നമ്മുടെ കല്ലുമ്മ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദാട്ടം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയാണല്ലോ എടുത്തത്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ എന്നിട്ട് പരത്തി കൊടുക്കുക. എൻ്റെ അത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് പൊടിയിട്ട് കൊടുത്ത്, അങ്ങനെ പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടിയിട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇത്തിരി കട്ടിയിലിങ്ങനെ പരത്തിയൊന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കുറച്ച് എള്ളിട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ അതൊന്ന് പ്രസ്സാവാൻ വേണ്ടിയിട്ടാണ്. ഒന്നിങ്ങനെ ഒന്ന് ഇതാവുമ്പോൾ അതിലിങ്ങനെ പ്രസ്സായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതേപോലെ എല്ലാതും ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ അടുത്തതൊരെണ്ണം ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എള്ളിട്ട് കൊടുക്കാം.
പിന്നെ ഞാനിതിൽ കസൂരി മേത്തി ആട്ടോ ഇടണേ. ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ എന്തായാലും മക്കൾക്ക് ചിലപ്പോൾ വെളുത്തുള്ളി തന്നെ ഇഷ്ടം, അവർക്ക് ഗാർലിക് ബ്രെഡ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒരു 2-3 ഞാൻ എന്താ പറയുക ഇതിട്ടിട്ട് കസൂരി മേത്തി ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഏതാ ഇനിയിപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒപ്പം ടേസ്റ്റ് ഏതാ തോന്നുകയെന്ന് വെച്ചാൽ അറിയില്ലല്ലോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ പോലെ അതിന് കനം കുറച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്നവിടെ ഇരിക്കട്ടെ, വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ ഉരുളെടുക്കുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, അത് ബാക്കിയുള്ള അടച്ചെന്നെ വെക്കണം കേട്ടോ, തുറന്ന് വെക്കരുത്, അല്ലെങ്കിൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എല്ലാം ഞാൻ പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചുട്ടെടുക്കണ മാർഗ്ഗം ഞാൻ കാട്ടാട്ടോ. തന്തൂരി അടുപ്പ് ഇല്ലാണ്ട് നമുക്ക് ചൂടുള്ള മാർഗ്ഗമാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. പക്ഷെ ഞാനിതാ ഇവിടെ അങ്ങനെ ചെയ്യില്ലത്, കാരണം അതത്ര ഹെൽത്ത് പരമായിട്ട് അത്ര നല്ലതല്ല എന്നല്ല പറയുക ഇതിൻ്റെത്. പിന്നെ അതല്ല എൻ്റെ ചേട്ടൻ എന്നെ കൊന്നുകളയും ഇങ്ങനെ ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ, തന്തൂരിയുടെ ഇതില്ലാണ്ട് ചെയ്യാൻ പറ്റണ മാർഗ്ഗം ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ പരത്തിയിട്ടുള്ള ഈ ഭാഗമല്ല, ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൽ വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുക. നിറച്ചിങ്ങനെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആവണ വിധത്തിൽ ഒന്നിങ്ങനെ കൊടുക്കുക. നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ ഇടുക. ഇതെന്നിട്ട് ഇട്ട് വരുമ്പോൾ നല്ല തീയിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ പോളങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ വരും. അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. ഗ്യാസ് ഫുള്ളിൽ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ കണ്ട അതിങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരുന്നു, ഇങ്ങനെ തിരിച്ചിടുക. ഇതിങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഗ്യാസ് ഇങ്ങനെ ആവണ വിധത്തിൽ ചൂടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ്. വെള്ളം നമ്മൾ തൊട്ട് കൊടുത്തിട്ടുള്ള കാരണം വെള്ളം ഇങ്ങനെ ആ സാധനം പുറത്ത് വീഴില്ല കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ ഇതിൽ തന്നെ ചെയ്താൽ ഇത് ശരിയാവുള്ളൂ, അല്ലാണ്ട് നോൺ സ്റ്റിക്കിൽ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ കണ്ട ചുട്ട പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഹെൽത്ത് പരമായിട്ട് ഇത് അത്ര നല്ലതല്ല, അത് കാരണം ഞാനിങ്ങനെ ചെയ്യില്ല. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിടാം കേട്ടോ. ഒന്ന് മറിച്ചിടാം. ഈ ഭാഗം അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ, നോൺ സ്റ്റിക്ക് പാൻ എടുക്കരുത്. നോൺ സ്റ്റിക്ക് പാനിൽ ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കില്ല, ഇത് ഇരുമ്പിൻ്റെയിൽ മാത്രമേ ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ട, പിന്നെ തീ ഫുള്ളിൽ തന്നെ ഇടണം. അതിന് ശേഷം വേണം വെള്ളം തൊട്ടിട്ട് ഇതിലിട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ സാധാ പോലെയാണ് കേട്ടോ ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ സാധാ പോലെയാട്ടോ ചെയ്യണത്. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ മാത്രമാണ് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ ബബിൾസ് വരും, എന്തായാലും വരും. എന്താ വെച്ചാൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ള കാരണം എന്തായാലും ബബിൾസ് വരും. അങ്ങനെ വരുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബബിൾസ് വന്നിട്ടുണ്ട് കണ്ട, ഇങ്ങനെ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗമായി ഞാൻ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ഗാർലിക് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഗാർലിക് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇതിന് നല്ല ചൂട് വേണം കേട്ടോ. അതാണ് ഈ തന്തൂരി റൊട്ടിയുടെ പ്രത്യേകത. കല്ല് നല്ല ചൂടാവണം. പിന്നെ എന്താ പറയുക, നമ്മൾ ഗ്യാസ് ഇവിടെ സിം ചെയ്യണ പണിയില്ല കേട്ടോ. അപ്പോൾ ഇത് അടുത്തതും ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തന്തൂരി റൊട്ടിയൊക്കെ ഞാനിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റൊട്ടിയിൽ ഇപ്പോൾ സ്വതവേ ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇടാറില്ല. ബട്ടർ വേണമെങ്കിൽ ഇടാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ കിട്ടുമ്പോൾ ദാബ സ്റ്റൈലാകുമ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് തന്തൂരി റൊട്ടിയിൽ ബട്ടർ ഇട്ടിട്ട്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ചുട്ടെടുത്തതാട്ടോ. ചുട്ടെടുത്തതും ഇതും തമ്മിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ സാധാ ചെയ്യണത് നല്ല മാറ്റമുണ്ട്. പക്ഷേ നമ്മൾ ഹെൽത്തൊക്കെ നോക്കണവർക്ക് ഇതൊന്നും നമുക്ക് പറ്റില്ല. എന്താ ഗ്യാസിൻ്റെ ഇതല്ലേ, അത് ചെല്ലണ അത്ര നല്ലതല്ലേ. നല്ല കാണാൻ തന്നെ ശരിക്കും ഇങ്ങനെ ചുട്ട് നമ്മളൊക്കെ ഷോപ്പിൽ റെസ്റ്റോറൻറ്റ് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങണ പോലെയാണ് ഇരിക്കണത്.
അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇവിടെ ചിക്കൻ കറി വെച്ചാൽ ഞാൻ ചിക്കൻ കറിയുടെ ഒപ്പം എടുത്തു. മക്കളൊക്കെ വരാറായി. പിന്നെ കുറച്ച് സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഉണ്ടാക്കി വന്നപ്പോൾ ഒന്ന് ചൂടാറി വന്നപ്പോൾ നല്ല ടേസ്റ്റായി. പിന്നെ അപ്പം നമ്മൾ ഗ്യാസ് അതിൻ്റെ എന്താ പറയുക ചൂടൊക്കെ നോക്കിയിട്ട് ചുട്ടെടുക്കുക, ശ്രദ്ധിച്ചിട്ട്. അത് വെച്ച് നമ്മൾ ചപ്പാത്തിക്ക് ഇട്ടിട്ട് നമുക്ക് വേറെ ഇതിങ്ങനെ പരത്താനൊക്കെ നിൽക്കണ പോലെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാൻ നോക്കിയാൽ മതി. പിന്നെ പരത്തിയാൽ ചെന്ന് മൂടിയിടുക, വല്ലതും വെച്ചൊന്ന് മൂടിയിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ട് എടുക്കുക. ചുടാൻ നിൽക്കുമ്പോൾ അതിൽ തന്നെ നോക്കി നിന്നിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക തന്തൂരി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഇങ്ങനെ കണ്ട നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇതായിട്ടൊക്കെ കിട്ടും, നല്ല സോഫ്റ്റാണ്, ഒട്ടും ഇങ്ങനെ ഇതാവാണ്ട് നല്ല രസമുണ്ട്. ചൂടാറി വന്നപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം എനിക്ക് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. ഈ ഒരു അളവിൽ എനിക്ക് 14 തന്തൂരി റൊട്ടിയാട്ടോ കിട്ടിയത്.